മനനശിഖരത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 46 വരെയുള്ള വേദഭാഗമാണ് ഹാശാ ബുധനാഴ്ചയായ ഇന്ന് സഭ ധ്യാനിക്കുന്നത്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സസ് 14-46. മൈക്കിൾ ഷാൻബോർ എന്ന പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ നോട്ട് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. Faith is now associated with gathering of information instead of formation and transformation. ജീവിതത്തെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന വിശ്വാസ ആത്മീയ അനുഭവങ്ങൾ കേവലം അറിവുകളുടെ സമാഹാരമായി മാത്രം പരിമിതപ്പെടുന്നു എന്ന ചിന്ത ഈ പീഡാനുഭവ വാരത്തിൽ നമ്മെ ക്രൂശിലേക്ക് ആഴമായി അടുക്കുവാൻ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവ് വീണ്ടും മടങ്ങി വരും. ആ വരവിൽ ഒരു ന്യായവിധി ഉണ്ട് എന്ന് യേശുക്രിസ്തു തന്നെ തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പായി ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന 2 പാഠങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ആധാരം. ഒരജമാനൻ ദൂരദേശത്തേക്ക് യാത്രയാകുമ്പോൾ തൻ്റെ 3 ദാസന്മാരെ വിളിച്ച് 5, 2, 1 എന്നിങ്ങനെ തൻ്റെ നിക്ഷേപത്തെ താലന്തുകളെ പങ്കിടുന്ന ഒരു യജമാനനെയാണ് നാം ഈ വേദഭാഗത്തിൽ കാണുന്നത്. 3 ചോദ്യങ്ങൾ, 3 ചിന്തകൾ ഇന്നത്തെ ധ്യാനത്തിലൂടെ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. ഒന്നാമതായി, ലഭിച്ചതിൽ നാം സംതൃപ്തരാണോ? Am I grateful to what God has gifted us? സംതൃപ്തി മറ്റുള്ളവർക്ക് എന്ത് കിട്ടി എന്നല്ല, എനിക്ക് കർത്താവ് ദാനമായി എന്ത് തന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 5ഉം 2ഉം താലന്തുകൾ ലഭിച്ചവർ അപ്രകാരം ഗ്രേറ്റ്ഫുള്ളായി തങ്ങളെ ഏൽപ്പിച്ചതിനെ വിനിമയം ചെയ്യുകയാണ്. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചിന്ത ആം ഐ ഫെയ്ത്ത്ഫുൾ എന്നുള്ളതാണ്. എൻ്റെ കർത്താവ്, എൻ്റെ യജമാനൻ എനിക്ക് നൽകിയതിനെ വിശ്വസ്തയോടെയാണോ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഈ പീഡാനുഭവ വാരത്തിൽ ആവർത്തിച്ച് നാം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. മൂന്നാമതായി, ആം ഐ ജനറസ്? എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പങ്കിടുവാൻ തക്കവണ്ണം ഞാൻ ഉദാര മനസ്കനാണോ, ഔദാര്യമുള്ളവനാണോ, മറ്റുള്ളവരെ കരുതുന്നവനാണോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ന്യായവിധി നടത്തുന്നതിൻ്റെ ഒരേ ഒരു മാനദണ്ഡം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ, എൻ്റെ സഹോദരനിൽ, അപരനിൽ കർത്താവിനെ കാണുവാനായിട്ട് കർത്താവ് ലോകത്തെ കണ്ടതുപോലെ കർത്താവിൻ്റെ മനസ്സലിവുള്ള ഹൃദയത്തോടെ, മനസ്സലിവുള്ള കണ്ണോടുകൂടെ ഈ ലോകത്തെ കാണുവാനും ഈ ലോകത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വിശക്കുന്നവന് ഭക്ഷണവും രോഗിക്ക് ആശ്വാസമായ സന്ദർശകനായും നഗ്നന് വസ്ത്രമായും തടവിലിരിക്കുന്നവന് സമീപസ്ഥനായും എനിക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മളോട് ചോദിക്കാം, ആം ഐ ഗ്രേറ്റ്ഫുൾ? ആം ഐ ഫെയ്ത്ത്ഫുൾ? ആം ഐ ജനറസ്? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.